ദുബായിൽ ഇപ്പം നല്ല ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലേക്കാണ്. എന്തിനാന്നല്ലേ, എൻ്റെ കസിൻ സിസ്റ്റർ മോളെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടി പോവാണ്. കുറേ വർഷമായി, 10 വർഷം ഉണ്ടാവും, 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചേച്ചിനെ കണ്ടിട്ട്. ഞാൻ എന്തായാലും കണ്ടിട്ട് വരാം. ബാക്കി വിശേഷങ്ങളോട് കാണാം. കുട്ടിക്കാലത്ത് കുറേ മനോഹരമാക്കിയിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട് ഞങ്ങൾ തമ്മിൽ. കാരണം വെക്കേഷൻ ടൈമിൽ മോസ്റ്റ്ലി ഞാൻ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് അമ്മയുടെ വീട്. ചേച്ചിയുടെ കൂടെയുള്ള ടൈം, ഞങ്ങൾ കസിൻസ് ഉണ്ടായിരുന്ന ടൈം. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ജോലിയായി, തിരക്കായി, കാര്യങ്ങളായി, ഫാമിലിയായി, അവർക്ക് അവരവരെ കാര്യങ്ങളായി, നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ പതുക്കെ മാറി. എന്തായാലും ഈ പോക്കെന്ന് പറയുന്നത് ചേട്ടൻ്റെ ഒരു ബ്രദറിനെയും കാണണം, അതേപോലെ തന്നെ എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്ര. അങ്ങനെ ഞങ്ങൾ പോയത് അജ്മാനിലാണ്. അവിടെ പോയി ചേട്ടൻ്റെ കസിൻ ബ്രദറിനെ കണ്ടു. ഞങ്ങൾ ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി. കുറച്ച് നാട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കേണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ മോൾക്ക് നമുക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങണം. അപ്പോൾ ചെറിയൊരു തോതിലുള്ളൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങി. ഇതൊക്കെ വാങ്ങി നമ്മൾ ചേട്ടനെ റൂമിലാക്കി കൊടുത്ത് തിരിച്ചതാ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്, ചേച്ചീൻ്റെ അടുത്തേക്ക്. കുറേ കാലത്തിന് ശേഷമുള്ളൊരു മീറ്റപ്പാണ്. കുറേ ആൾക്കാർ തന്നെ അവിടെ എത്തിയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ മോളൂസാണെങ്കിൽ മേക്കപ്പും കാര്യങ്ങളും ഇട്ട് ബാക്കിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോൾ പാട്ട് കച്ചേരി, ബഹളമായി, കാര്യങ്ങളായി, കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡേ, ഈ ഒരു ആഘോഷങ്ങൾ നമുക്ക് ശരിക്കും സ്ട്രെസ് റിലീഫായിട്ടാണ് തോന്നുന്നത്. ഈ ആഘോഷങ്ങളൊക്കെ വെക്കുമ്പം എല്ലാവരും കൂടെ ഒത്തുകൂടുകയും അതേപോലെ തന്നെ ഒരു ഹാപ്പി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് സെക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുട്ടികൾ എത്ര പെട്ടെന്നാണ് വളർന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുക. ഇവിടെ എത്തിയിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. നമുക്ക് കുറേ സംസാരിക്കാനുള്ള കുറേ കാലത്തെ വിശേഷങ്ങളും പിന്നെ കുറേ പേരെ നമ്മൾ കുറേ കാലത്തിന് ശേഷം മീറ്റ് ചെയ്തതും ഒക്കെ ഇവിടെ വെച്ചാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ആഘോഷങ്ങളാണ് എപ്പോഴും ഒരു സന്തോഷം തരുന്നത് തന്നെ. എവിടെയും പോവാതെ റൂമിലൊക്കെ സൺഡേ അടഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ആഘോഷങ്ങൾ വെച്ച് കഴിയുമ്പം കുറച്ച് റിലീഫായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളും. ഇപ്പോൾ ഷുഗർ കട്ടും കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കേക്ക് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഫംഗ്ഷനൊക്കെ കഴിച്ചില്ലേ, പിന്നെ എപ്പോൾ കഴിക്കാനാണ്. കേക്കിൻ്റെ കഷ്ണം പോയപ്പോഴേക്കും എൻ്റെ വയറിന്ന് ഇനി അടുത്ത ഒരു വിശപ്പിൻ്റെ നിലവിളി ശബ്ദം വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫുഡിങ് സെക്ഷനാണ്. ഇവർ സൂപ്പർ ഫുഡ് എല്ലാവരും കൂടെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് വീട്ടിലുണ്ടാക്കിയത്. എല്ലാ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഹോംലി ഫുഡ് കഴിക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. കട്ടിങ്ങും ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഒക്കെ കഴിഞ്ഞു. അവളും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പി. ഇനി നെക്സ്റ്റ് ഈ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. അത് കഴിഞ്ഞ് ഫുഡ് സദ്യയാണ്. ചൂടായതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാവില്ലേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ ബിരിയാണിയല്ല, നമുക്ക് സദ്യയാണ് ഉണ്ടായിരുന്നത്. നല്ല മീൻ വറുത്തും സദ്യയും ഒക്കെ കൂട്ടി നല്ലൊരു ചോറ് എനിക്ക് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു പിറന്നാൾ ദിവസം ഇങ്ങനെയൊക്കെ പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുന്ന